നമസ്കാരം. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഇറാനെ ആക്രമിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് 25ാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഒരാഴ്ച കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. പിന്നീട് ഇറാൻ്റെ തിരിച്ചടി ശക്തമായപ്പോൾ ട്രംപ് പറഞ്ഞത് 4 ആഴ്ച എന്നാണ്. ആ 4 ആഴ്ച പൂർത്തിയായിരിക്കുന്നു. പക്ഷേ യുദ്ധം എന്ന് അവസാനിക്കും എന്നതിനെക്കുറിച്ചൊരു സൂചനയുമില്ല. ഇന്നലെ പെട്ടെന്ന് ഒരു പ്രതീക്ഷ വരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു, ചർച്ച പുരോഗമിക്കുന്നു. അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ച നടത്തുകയാണ്. ഈ ചർച്ചയുടെ ഭാഗമായി കാര്യങ്ങളെല്ലാം സുഗമമായി മുമ്പോട്ട് പോകുന്നു. വെടിനിർത്തലിനുള്ള സാധ്യത ഒരുങ്ങുന്നു. അതുകൊണ്ട് വരുന്ന 5 ദിവസത്തേക്ക് ഇറാന് നേരെ, പ്രത്യേകിച്ച് ഇറാൻ്റെ പവർ പ്ലാന്റിന് നേരെ ആക്രമണം നിർത്തിവെച്ചിരിക്കുന്നുവെന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ തന്നെ വിപണി ഉണർന്നു. ക്രൂഡ് ഓയിൽ വില താഴുന്നു. പക്ഷേ അതിന് അധിക ആയുസ്സുണ്ടായിരുന്നില്ല. ട്രംപ് അത് ഏകപക്ഷീയമായി ഒരു പ്രതീക്ഷയോടെ പറഞ്ഞതാണെന്നും മറ്റൊരു നിവൃത്തിയുമില്ലാതെ യുദ്ധത്തിൽ നിന്നും തലയൂരാൻ വേണ്ടി ട്രംപ് കണ്ടെത്തിയ ഉപായമാണെന്നും തിരിച്ചറിയുന്നു. കാരണം അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല. ഒരു ചർച്ചയും പദ്ധതിയിടുന്നില്ല. ശത്രുവിൻ്റെ ശക്തി അവസാനിപ്പിക്കുന്നതുവരെ യുദ്ധം തുടരും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാൻ തിരിച്ചടി തുടരുകയായിരുന്നു. അതായത്, ഞങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കാതെ തൽക്കാലം മാറി നിൽക്കാം, നിങ്ങൾ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് ട്രംപ് ഏകപക്ഷീയമായി ഒരു സന്ദേശം കൊടുക്കുന്നു. ആ സന്ദേശം ഇറാൻ തള്ളിക്കളയുന്നു. ട്രംപ് മറ്റൊരു നിവൃത്തിയുമില്ലാതെ, എങ്ങനെ തലയൂരണമെന്നറിയാതെ ഒരു ഉപായം കണ്ടെത്തിയതായിരുന്നു യുദ്ധം അവസാനിപ്പിക്കാൻ. ആ ഉപായം ഇറാൻ തള്ളിക്കളഞ്ഞു. ഇറാൻ അതിശക്തമായി തിരിച്ചടിച്ചു. അമേരിക്കയുടെ ഔദാര്യം വേണ്ടെന്ന് വെച്ചുകൊണ്ട് നമുക്ക് ഫൈറ്റ് ചെയ്ത് തീരുമാനിക്കാം എന്ന നിലപാടിലേക്ക് മാറി. ഓർക്കണം, ഇറാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ അമേരിക്കയും ഇസ്രായേലും തകർത്തിരിക്കുകയാണ്. ടെഹ്റാനിലേക്ക് എത്ര ബോംബ് വേണമെങ്കിലും ഇസ്രായേലിനും അമേരിക്കയ്ക്കും വിക്ഷേപിക്കാം. അത് ടെഹ്റാനെ തകർക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും കൂസാതെയാണ്. എത്ര നാശം നിങ്ങൾ വരുത്തിയാലും ഈ രാജ്യത്തെ തകർക്കാൻ നിങ്ങൾക്കാവില്ല. ശത്രുവിനെതിരെയുള്ള യുദ്ധം ഞങ്ങളുടെ ജിഹാദാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ യുദ്ധം തുടരും എന്ന് പ്രഖ്യാപിച്ച് അവർ മുമ്പോട്ട് പോകുന്നത്. ഇറാന് യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ ഏറ്റവും മികച്ച ദിവസമായിരുന്നു ഇന്നലെ. കാരണം ഒരു ഉപാധിയുമില്ലാതെ 5 ദിവസത്തേക്ക് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ഒരു മിസൈലും ഞങ്ങൾ അയക്കില്ല, ഒരു പവർ പ്ലാന്റും ഞങ്ങൾ തകർക്കില്ല എന്ന് പറഞ്ഞു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. തലേ ദിവസം ട്രംപ് പറഞ്ഞത് 48 മണിക്കൂർ തരും ഇറാന്. ഈ 48 മണിക്കൂറിനകം ഹോർമൂസ് കടലിടുക്ക് സാധാരണഗതിയിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ ഞങ്ങൾ ഇറാൻ്റെ പവർ പ്ലാന്റുകൾ തകർക്കുമെന്നാണ്. ഇതാ ഇന്ന് രാവിലെ 48 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. അന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഇറാൻ തള്ളിക്കളഞ്ഞു. നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു. ഞങ്ങളുടെ പവർ പ്ലാന്റുകൾ തകർത്താൽ അത് പുനർനിർമ്മിക്കുന്നത് വരെ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടഞ്ഞു കിടക്കും. ഇപ്പോൾ പ്രത്യേക അനുമതിയോടുകൂടി ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതം നടക്കുന്നുണ്ട്. ഇന്നലെയും ഇന്ത്യയുടെ 2 കൂറ്റൻ കപ്പലുകൾ എണ്ണയുമായി ഹോർമൂസ് കടലിടുക്ക് കടന്നു പോന്നു. എന്നാൽ അതുണ്ടാവില്ല. ഒരു കാരണവശാലും ഹോർമൂസ് കടലിടുക്ക് ഞങ്ങളുടെ പവർ പ്ലാന്റുകൾ പുനർനിർമ്മിക്കുന്നത് വരെ ആർക്കും ഉപയോഗിക്കാൻ കഴിയാത്ത വിധത്തിൽ ഞങ്ങൾ അടച്ചിടും. മാത്രമല്ല, ഇസ്രായേലിൻ്റെയും അമേരിക്കൻ താല്പര്യമുള്ള ഞങ്ങളുടെ അയൽ രാജ്യങ്ങളുടെയും എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ തച്ചുടയ്ക്കും. വൈദ്യുതിയും പവർ പ്ലാന്റുകളുമൊക്കെ ഇല്ലാതാക്കും എന്ന് ഭീഷണിപ്പെടുത്തി. ആ ഭീഷണി ഏറ്റു. ട്രംപ് 48 മണിക്കൂർ പിന്നിട്ടപ്പോൾ ഇറാൻ്റെ പവർ പ്ലാന്റുകളെ ആക്രമിക്കുകയല്ല ചെയ്തത്. നേരെ മറിച്ച് 5 ദിവസത്തേക്ക് ഏകപക്ഷീയമായി വെടിനിർത്തുകയാണ് ചെയ്തത്. അതും ഇറാൻ തള്ളിക്കളഞ്ഞു. ഞങ്ങളുടെ മേൽ യുദ്ധം പ്രഖ്യാപിച്ചത് നിങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ യുദ്ധത്തിൽ നിന്നും നിങ്ങൾ പിന്മാറിയാലും ഞങ്ങൾ പിന്മാറുകയില്ല. ശത്രുവിൻ്റെ താല്പര്യങ്ങൾ ഇല്ലാതാക്കി മാത്രമേ ഞങ്ങൾ അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞ് ഇന്നലെ എല്ലാ അയൽ രാജ്യങ്ങളിലേക്കും, സൗദി അറേബ്യയും UAEയും ഖത്തറും ബഹ്റൈനും അടക്കം ഒട്ടുമിക്ക അയൽ രാജ്യങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായി. വലിയ തോതിൽ ബോംബ് സ്ഫോടനങ്ങൾ സംഭവിക്കുന്നു. ഈ രാജ്യങ്ങളിൽ താമസിക്കുന്ന ചില മലയാളികൾ അർദ്ധരാത്രിയിൽ എനിക്ക് സന്ദേശം അയച്ചു. അവർ പറഞ്ഞു, ഉറങ്ങാൻ പോലും കഴിയുന്നില്ല, ഉഗ്ര സ്ഫോടനങ്ങൾ ഇടയ്ക്കിടെ കേൾക്കാം. മാത്രമല്ല, ഫോണിലേക്ക് ഇങ്ങനെ അലേർട്ടുകൾ വന്നുകൊണ്ടിരിക്കും. അർദ്ധരാത്രിയിൽ അലേർട്ടുകൾ കേട്ട് ഞെട്ടി ഉണരുന്ന സാഹചര്യമാണ്. ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്നാണ് മലയാളികൾ പറഞ്ഞത്. അതായത് അവരൊക്കെ സുരക്ഷിതരാണ്. മിസൈലുകളെയും ഡ്രോണുകളെയും ഒക്കെ ഫലപ്രദമായി തന്നെ ഈ GCC രാജ്യങ്ങൾ തകർക്കുന്നുണ്ട്. അവയുടെ അവശിഷ്ടങ്ങൾ വീണ് ചില പ്രതിസന്ധികൾ ഉണ്ടാവുന്നുണ്ടെങ്കിലും പക്ഷേ എപ്പോഴും ഉഗ്രസ്ഫോടനം, വലിയ വെളിച്ചം, വലിയ പുകച്ചുരുളുകൾ, ഒപ്പം മൊബൈൽ ഫോണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന മുന്നറിയിപ്പുകൾ, അലേർട്ടുകൾ,
ഇതോടുകൂടി ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ് മലയാളികളടക്കം ലക്ഷക്കണക്കിന് മനുഷ്യരുടെ. ഈ ഒരു പ്രതിസന്ധി അവിടെ തുടരുകയാണ്. ട്രംപിൻ്റെ വെടിനിർത്തൽ അവർ അംഗീകരിച്ചില്ല. ഇന്നലെയും വലിയ ആക്രമണമുണ്ടായി. പ്രത്യേകിച്ച് ഇസ്രായേലിന് നേരെ തീ തുപ്പുകയായിരുന്നു ഇന്നലെ. അതിനു മുമ്പ് തന്നെ അവർ പ്രഖ്യാപിച്ചിരുന്നു, ഇന്ന് രാത്രി ഇസ്രായേലിനും അമേരിക്കയുടെ സഖ്യകക്ഷികൾക്കും ഞങ്ങൾ സ്പെഷ്യൽ ഗിഫ്റ്റ് നൽകുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഇറാൻ്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ ഇറാൻ വക്താവ് പറഞ്ഞത് ഞങ്ങൾ സ്പെഷ്യൽ ഗിഫ്റ്റ് ഇന്ന് നൽകുന്നുണ്ടെന്നാണ്. ആ പറഞ്ഞത് അവർ പാലിച്ചു എന്നതാണ് വാസ്തവം. അയൽ രാജ്യങ്ങളിലേക്ക് വലിയ തോതിൽ മിസൈൽ അയച്ചു. 5 തവണയാണ് അയൽ രാജ്യങ്ങളിലേക്ക് മിസൈൽ ആക്രമണം ഉണ്ടായത്. അവയൊക്കെ ഫലപ്രദമായി തടഞ്ഞു എന്നാണ് ഈ GCC രാഷ്ട്രങ്ങൾ അവകാശപ്പെടുന്നത്. ടെൽ അവീവിനെ കേന്ദ്രീകരിച്ചായിരുന്നു ഇസ്രായേലിലെ ഇതുവരെയുള്ള ആക്രമണമെങ്കിൽ മറ്റ് നഗരങ്ങളിലേക്ക് ഈ ആക്രമണം വ്യാപിച്ചു. ഇന്നലെ ഇസ്രായേലിൻ്റെ ഹൃദയമെന്ന് വിശേഷിപ്പിക്കുന്ന ജെറുസലേമിൽ ഉഗ്ര സ്ഫോടനമുണ്ടായി. നാശനഷ്ടങ്ങളുടെ വിശദാംശങ്ങൾ ലഭ്യമല്ല. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ജെറുസലേമിൽ പതിച്ചു എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം മിസൈൽ വർഷിച്ച ഇസ്രായേലിൻ്റെ അണുവായുധ കേന്ദ്രത്തിൻ്റെ 13 കിലോമീറ്റർ അകലെയുള്ള ഡിമോണ സിറ്റിയിൽ വീണ്ടും ആക്രമണമുണ്ടായി. അതുപോലെ തന്നെ ഇസ്രായേലിലെ യെരൂഹാം നഗരത്തിലും ഇന്നലെ ഇറാന്റെ ആക്രമണമുണ്ടായി. തെക്കൻ ഇസ്രായേലിലെ എയ്ലാട്ട് പ്രദേശത്തേക്കും ഇന്നലെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ എത്തി. നാശനഷ്ടങ്ങളുടെ വിശദാംശങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇറാനുമായി ചർച്ച നടത്തിയെന്നും ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗത പ്രതിസന്ധി പരിഹരിക്കാൻ ഒരു ഫോർമുല ഉണ്ടാക്കിയെന്നും ഇനി അമേരിക്കയും ഇറാനും സംയുക്തമായി ഹോർമൂസ് കടലിടുക്കിനെ മാനേജ് ചെയ്യുമെന്നും ട്രംപ് അതിനിടയിൽ പ്രഖ്യാപിക്കുന്നു. ഇത് വളരെ ഞെട്ടിക്കുന്ന ഒരു പ്രഖ്യാപനമാണ്. ആരായിരിക്കും ഇതിന് ലീഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അയത്തുള്ള ഖുമൈനിയും താനുമായിരിക്കും എന്ന് ട്രംപ് പറഞ്ഞു. ഓർക്കണം, റിജൈം ചേഞ്ച്, അതായത് ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിച്ച് അവിടെ പുതിയ ഭരണകൂടത്തെ കൊണ്ടുവരുമെന്നും ഏത് അയത്തുള്ളയും എവിടെയാണെന്ന് ഞങ്ങൾക്കറിയാം, ജീവിക്കാൻ അനുവദിക്കില്ല എന്നും പറഞ്ഞുകൊണ്ടിരുന്ന ട്രംപ് ഒടുവിൽ പറയുകയാണ് അയത്തുള്ള ഖുമൈനിയുമായി ചേർന്ന് ഞങ്ങൾ ഹോർമൂസ് കടലിടുക്ക് ഭരിക്കുമെന്ന്. പക്ഷേ ഇറാൻ തള്ളിക്കളഞ്ഞു. നെഗോഷിയേഷനുള്ള എല്ലാ സാധ്യതകളും അടയ്ക്കാനുള്ള സ്പെഷ്യൽ പ്ലാൻ ഞങ്ങൾ ഇന്ന് രാത്രി ഒരുക്കിയിട്ടുണ്ട്, ഇനി ഞങ്ങളോട് നെഗോഷിയേഷനൊന്നും വരണ്ട എന്ന് വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു ഇന്നലെ ആക്രമണം അഴിച്ചുവിട്ടത്. ഇറാൻ പറയുന്നു, ഈ വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോഴും അമേരിക്കയും ഇസ്രായേലും ഞങ്ങൾക്ക് നേരെ ആക്രമിക്കുന്നു, അടിസ്ഥാന സൗകര്യങ്ങൾ തച്ചുടയ്ക്കുന്നു, പിന്നെ എന്തിന് അവരുടെ വാക്ക് വിശ്വസിക്കണമെന്നാണ് ഇറാന്റെ ചോദ്യം. വാസ്തവത്തിൽ ട്രംപിന്റെ ഏറ്റവും വലിയ നിസ്സഹായാവസ്ഥയായിരുന്നു ഖൊമേനിയുമായി ചേർന്ന് ഹോർമൂസ് കടലിടുക്ക് ഭരിക്കുമെന്ന പ്രസ്താവന. ട്രംപിനെ പോലെ ഈഗോ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭരണാധികാരിക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ലാതെ യുദ്ധം പ്രഖ്യാപിച്ച് ഇല്ലാതാക്കും, തുടച്ചു നീക്കും, ഭരണകൂടത്തെ അട്ടിമറിക്കും, അവസാനത്തെ ഖൊമേനിയെയും ഇല്ലാതാക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഖൊമേനിയോട് ചേർന്ന് ഞങ്ങൾ ഒരുമിച്ച് കടലെടുക്ക് ഭരിക്കുമെന്നൊക്കെ പറയേണ്ടി വരുന്ന അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അത്രയും താഴേക്ക് ട്രംപ് ഇറങ്ങി വന്നിട്ടും അത് തള്ളിക്കളഞ്ഞിരിക്കുന്നു ഇറാൻ എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം. ഇതിനിടയിൽ കുവൈറ്റിൽ വൈദ്യുതി തടസ്സം പലയിടങ്ങളിലും ഉണ്ടായതായ റിപ്പോർട്ടുകളുണ്ട്. കുവൈറ്റിൻ്റെ മുകളിലെത്തിയ മിസൈലുകൾ തകർക്കുന്നതിൻ്റെ ഭാഗമായി അവശിഷ്ടങ്ങൾ വൈദ്യുതി ലൈനിൽ വീണ് സാരമായ പരിക്കേറ്റതുകൊണ്ടാണ് വൈദ്യുതി തടസ്സമുണ്ടായതെന്നാണ് കുവൈറ്റ് ഔദ്യോഗികമായി പറയുന്നത്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും ഇറാൻ പ്രതിനിധിയും പാകിസ്ഥാനിൽ വെച്ച് ചർച്ച നടത്തും എന്ന തരത്തിൽ ചില റിപ്പോർട്ടുകൾ ഇന്നലെ പുറത്തു വന്നെങ്കിലും ആ റിപ്പോർട്ടുകൾ അപ്പാടെ ഇറാൻ തള്ളിക്കളഞ്ഞു. ഇതിനിടയിൽ ഏതാണ്ട് 3000-ഓളം സ്പെഷ്യലൈസ്ഡ് മറീനുകളെ അമേരിക്ക എത്തിക്കുന്നുണ്ട് എന്ന വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. അതായത് തങ്ങളുടെ നിയന്ത്രണത്തിൽ നിന്ന് കാര്യങ്ങൾ വിട്ടുപോകുന്നു, ഇറാനുമായി ഒരു തരത്തിലുള്ള സമവായത്തിനും സാധ്യതയില്ല. ഇത്തരം പശ്ചാത്തലത്തിൽ യുദ്ധം കടുപ്പിക്കേണ്ടി വന്നാൽ അടുത്ത സ്റ്റെപ്പ് എടുക്കുക എന്ന ലക്ഷ്യത്തിൽ 3000 മറീനുകൾ എത്തിക്കുന്നതും ഖാർഗ് ഐലൻഡ് പിടിച്ചെടുത്ത് അട്ടിമറി നടത്താനുള്ള നീക്കമാണ് നടത്തുന്നത് എന്നുമാണ് റിപ്പോർട്ടുകൾ. ന്യൂയോർക്ക് ടൈംസ് ആണ് അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ റൊമേനിയയിൽ നിന്നും 4 അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ പശ്ചിമേഷ്യയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്തയും പുറത്തുണ്ട്. അതായത് ഇറാൻ മെരുങ്ങാത്ത സാഹചര്യത്തിൽ യുദ്ധം കടുപ്പിക്കാനും ആവശ്യമെങ്കിൽ അങ്ങേയറ്റത്തെ കടുംകൈകൾ ചെയ്തും അവസാനിപ്പിക്കാനുമുള്ള ബദൽ നീക്കം മറുവശത്ത് നടക്കുന്നുണ്ട് എന്നാണ് സൂചന. ഇറാന്റെ മുമ്പിൽ തോറ്റുകൊടുക്കാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും സാധ്യമല്ല. ഈ പശ്ചാത്തലത്തിൽ ബദൽ നീക്കങ്ങൾ അവർ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. സമവായ ശ്രമങ്ങൾ നടക്കുമ്പോഴും അത് നടക്കാതെ വന്നാൽ, ഇറാൻ ആക്രമണം തുടർന്നാൽ അണുവായുധ പ്രയോഗം അടക്കമുള്ള അറ്റകൈ പ്രയോഗത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു എന്ന റിപ്പോർട്ടുമുണ്ട്. ഈ എണ്ണക്ഷാമം, ഇന്ധനക്ഷാമം വലിയ തോതിൽ ലോകത്തെ വ്യാപിച്ചിരിക്കുന്നു. ന്യൂസിലൻഡ് പാവപ്പെട്ട മനുഷ്യർക്ക് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചിരിക്കുന്നു ഗ്യാസ് ഉപയോഗത്തിൽ. സ്ലൊവേനിയ റേഷനിങ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഗ്യാസ് ഉപയോഗത്തിന്. ഇറാന്റെ ആക്രമണത്തിൽ നിന്ന് മുക്തമല്ല ബ്രിട്ടൻ എന്ന് ബ്രിട്ടന്റെ പോലീസ് മേധാവി സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെ നിലനിൽക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഭവവികാസം,
അത് ലെബനോണിൽ ഇസ്രായേലിൻ്റെ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറാൻ യുദ്ധത്തിൽ പൂർണ്ണമായും കേന്ദ്രീകരിച്ച് നിൽക്കുമ്പോൾ ഹിസ്ബുള്ളയെ പൂർണ്ണമായും തകർക്കുക എന്ന ലക്ഷ്യത്തിൽ ഇസ്രായേൽ ലെബനോണിൽ അതിശക്തമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നതും ലെബനൻ ബെയ്റൂട്ട് ഏതാണ്ട് ഇഞ്ചപ്പരുവമാക്കി എന്നുമാണ് റിപ്പോർട്ട്. ലെബനോണിലെ ചില പ്രവിശ്യകൾ പിടിച്ചെടുക്കാൻ പോലും ഇസ്രായേൽ ശ്രമിക്കുന്നുണ്ട്. ഈ യുദ്ധ പശ്ചാത്തലത്തിൽ ഇറാൻ അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഹിസ്ബുള്ളയെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള പദ്ധതി വിജയകരമായി മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് റിപ്പോർട്ട്. അതിനിടയിൽ വിചിത്രമായ മറ്റൊരു വാർത്ത പുറത്തേക്ക് വരുന്നു. അമേരിക്കയിലെ ടെക്സാസിലെ ഒരു എണ്ണ ശുദ്ധീകരണശാലയിൽ ഉഗ്ര സ്ഫോടനമുണ്ടായതാണ് ഈ വാർത്ത. അവിടെയുണ്ടായ സാങ്കേതിക പിഴവ് കൊണ്ടാണ് ഈ സ്ഫോടനമുണ്ടായത് എന്ന് പറയുമ്പോഴും അതല്ല, ഇറാന്റെ ആക്രമണത്തിലാണ് അത് സംഭവിച്ചത് എന്ന് ആരോപിക്കുന്നവർ ഏറെയുണ്ട്. ടെക്സാസിലെ പോർട്ട് ആർദറിലുള്ള വലേറോ റിഫൈനറിയിലാണ് ഉഗ്രസ്ഫോടനമുണ്ടായത്. ഉഗ്രസ്ഫോടനത്തിൻ്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ആ സ്ഫോടനമുണ്ടായത്. ഏതാണ്ട് 4,35,000 ബാരൽ ഒരു ദിവസം എണ്ണ ശുദ്ധീകരിക്കുന്ന കേന്ദ്രമാണിത്. എണ്ണ, പ്രകൃതിവാതകം, വിമാന ഇന്ധനമൊക്കെ ശുദ്ധീകരിക്കുന്ന കേന്ദ്രമാണിത്. ഇത് ഇറാന്റെ സ്ഫോടനത്തിന് ഭാഗമല്ല എന്ന് പറയുമ്പോഴും ചില ഗൂഢാലോചന തിയറികൾ ഇറാൻ ചെയ്തതാണെന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാൽ യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാന് പദ്ധതിയില്ല. അതുകൊണ്ട് തന്നെ അന്തിമ യുദ്ധം പ്രഖ്യാപിച്ച് ഇറാനെ ഇല്ലാതാക്കി ഒരുപക്ഷെ അവസാനിപ്പിക്കാനായിരിക്കും ട്രംപിൻ്റെ പദ്ധതി.